ഒരിക്കലും മരിക്കാത്ത ഓർമ്മകളിൽ VS ഇപ്പോഴും കേരള ജനങ്ങൾക്കിടയിൽ എങ്ങനെ നിൽക്കുകയാണ്. വലിയ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ, മുഖ്യമന്ത്രി എന്ന നിലയിൽ, കേരളത്തിൻ്റെ മികച്ച കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന നിലയിൽ എപ്പോഴും മനസ്സിൽ കമ്മ്യൂണിസ്റ്റുകാരല്ലാത്തവർക്ക് പോലും തങ്ങി നിൽക്കുന്ന പേരാണ് ആ രണ്ടക്ഷരം VS സർക്കാരിൻ്റെ കാലത്തെ മികച്ച മന്ത്രിമാർ എന്ന പേരെടുത്ത രണ്ടുപേർ നമുക്കൊപ്പം ചേരുകയാണ്. മറ്റാരുമല്ല, CPMൻ്റെ ജനറൽ സെക്രട്ടറി MA ബേബിയും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റും CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവുമായിട്ടുള്ള VK ശ്രീമതി ടീച്ചർ. ഒരാൾ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു VS സർക്കാരിൻ്റെ കാലത്ത്, ഒരാൾ ആരോഗ്യമന്ത്രിയും. ഇവർ രണ്ടുപേരും ഓർമ്മകളുമായി നമുക്കൊപ്പം ചേരുന്നു. അത് ഞാൻ ബേബി സഹായിലേക്ക് പോവുകയാണ്. ഇന്ന് VSനെ ഓർക്കേണ്ട ദിവസമാണ്. ഇന്നും കേരളത്തിലുള്ള ജനങ്ങൾ രാഷ്ട്രീയ ഭേദമന്യേ VSനെ ഓർക്കുകയാണ്. അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. എന്തൊക്കെയാണ് ആദ്യം കടന്നു വരുന്നത്? ഇതുപോലൊരു സന്ദർഭത്തിൽ അത് ആദ്യം യഥാർത്ഥത്തിൽ ഓർമ്മിച്ചത് ശ്രീമതി ടീച്ചറാണ്. ഞങ്ങളിങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ പറഞ്ഞു, VSൻ്റെ മന്ത്രിസഭയിലുള്ള 3 പേരിവിടെയുണ്ട്. ഒന്ന് വ്യവസായം നോക്കിയിരുന്ന സഹായ വിളമരങ്കരിയും, പിന്നെ ആരോഗ്യം നോക്കിയിട്ടുള്ള ശ്രീമതി ടീച്ചർ, വിദ്യാഭ്യാസവും സാംസ്കാരികവും വകുപ്പുകൾ അത് രണ്ടും ചുമതലപ്പെടുത്തപ്പെട്ട ഞാൻ. അപ്പം ആ ഗവൺമെൻറ്റിൽ VSൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനം അത് അവിസ്മരണീയമാണ്. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകുമ്പോൾ ആ സമയത്തെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനവുമുണ്ട്. ആ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പാർട്ടി നൽകിയിട്ടുള്ള പിന്തുണയും സഹായവുമുണ്ട്. അപ്പോൾ പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ടന്ന് പ്രവർത്തിച്ചിരുന്ന പിണറായി വിജയനും ആ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൽ വളരെ നല്ല സഹായം, പാർട്ടിയുടെ പിന്തുണ എന്നുള്ള തരത്തിൽ നൽകിയിരുന്നു. VS എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനവും ജനങ്ങളുടെ വിഷയങ്ങളും അല്ലാതെ വേറൊന്നുമില്ല, മുഴുവൻ സമയം. അപ്പോൾ ഞങ്ങൾക്ക് ഏത് വിഷയവും പോയിട്ട് സംസാരിക്കാം. ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ശ്രീമതി ടീച്ചർക്ക് പറയാനുണ്ടാവും. ഞാൻ ഈ സമയം ദുരുപയോഗപ്പെടുത്തുന്നത്, നിങ്ങൾക്ക് സമയ നിയന്ത്രണമുണ്ടല്ലോ, വിദ്യാഭ്യാസ വകുപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രത്യേകം സംസാരിച്ചപ്പോൾ VSനോട് വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള തരത്തിൽ പറഞ്ഞത്, മറ്റൊരുപാട് സംസ്ഥാനങ്ങൾക്ക് IIT ഉണ്ടെങ്കിലും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്നത് ഏറ്റവും സമുന്നതമായ ലോക നിലവാരത്തിലുള്ള ഇന്ത്യയിലെ വിദ്യാഭ്യാസ പഠന പദ്ധതിയാണ്. പണ്ട് ജവഹർലാൽ നെഹ്റുവിനാണ് അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. 59 EMS ഗവൺമെൻറ്റിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നോ പിരിച്ചുവിടുക തുടങ്ങിയ ജനാധിപത്യ വിരുദ്ധ ക്രൂരകൃത്യങ്ങൾ ചെയ്ത് നേതൃത്വം കൊടുത്തയാളാണ് പണ്ഡിറ്റ് നെഹ്റുവെങ്കിലും അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങൾ ഞങ്ങൾ ഓർക്കുന്നുണ്ട്. അപ്പം കേരളത്തിനൊരു IIT ഇത് നമ്മുടെ ആവശ്യമായിട്ട് നമ്മൾ ശക്തമായിട്ട് ഉന്നയിക്കണം. എന്നിട്ട് ഗവൺമെൻറ് വന്ന ഉടനെ കേരളപ്പിറവിയുടെ 50ാം വാർഷികമാണെന്ന് തോന്നുന്നു, 56ഉം 50ഉം 2006. അപ്പം VSുമായിട്ട് സംസാരിച്ചു, നമുക്ക് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ തന്നെ വിളിക്കാം കേരളപ്പിറവിയുടെ ഈ ജൂബിലി ആഘോഷത്തിന്. എന്നിട്ട് നമ്മൾ ഒരാവശ്യം വെക്കണം VS에, ഈ ജൂബിലി വേളയിൽ കേരളത്തിന് കേന്ദ്രം നൽകുന്ന അംഗീകാരവും സമ്മാനവുമായി ഒരു IIT. ഇത് ഞങ്ങൾ എഴുതി തയ്യാറാക്കി VSും ഞാനും കൂടിയാണ് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ കണ്ടത്. അതെ, അദ്ദേഹത്തെ കാണുന്നത് കണ്ടപ്പോൾ ഇതെല്ലാം പറഞ്ഞു. അപ്പോൾ പുള്ളി ഇങ്ങനെ അതെല്ലാം കണ്ട് ശരി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞങ്ങളിത് ഓർമ്മിച്ചുകൊണ്ടിരുന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഓർമ്മിച്ചു. എന്നിട്ട് അന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞ വാചകം എനിക്കിപ്പോഴും ഉണ്ട്. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ പ്രസംഗിക്കുകയാണ്, ദ ഡിമാൻഡ് ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് കേരള ഫോർ ആൻ IIT ഈസ് ടോപ്പ് ഓൺ അവർ പ്രയോറിറ്റി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വേണ്ടിയിരുന്നത് IIT അനുവദിച്ചിരിക്കുന്ന പ്രഖ്യാപനമാണ്. ഇതിനകത്ത് അതില്ല, പ്രഖ്യാപനത്തിൽ മുൻഗണനയിലുണ്ട് എന്നാണ്. അത് കഴിഞ്ഞാൽ ചുരുക്കി പറയാം, അതിനുശേഷം കേന്ദ്ര ഗവൺമെൻറ് 8 IITകൾ പ്രഖ്യാപിച്ചു, കേരളമില്ല അതിനകത്ത്. അപ്പോൾ VSൻ്റെ അടുത്ത് പോയി പറഞ്ഞു, VS ശുദ്ധ തോന്നിവാസമല്ലേ ഇത്? അപ്പോൾ VS വളരെ ക്ഷുഭിതനായി. ഞങ്ങൾ അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്ത് വീണ്ടും വന്നു. അദ്ദേഹം തന്നെ മലയാളത്തിൽ പറയും, അത്യാവശ്യം ഇംഗ്ലീഷ്. അപ്പോൾ ഈ IITക്ക് വേണ്ടി നടത്തിയിട്ടുള്ള സമരം, അതിനകത്തുള്ള VSൻ്റെ പങ്കാളി, അതുപോലെ ഒരുപാട് ഓർമ്മകളുണ്ട്. അതെല്ലാം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ പറയുന്നില്ല. മുഖ്യമന്ത്രി ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്നപ്പുറത്തേക്ക് നിങ്ങൾ നേരിട്ട് എന്ത് കാര്യം പറഞ്ഞാലും ഭയങ്കര ഒരു സൗഹൃദവും ഉണ്ടായിരുന്നു അല്ലേ ഒരു ക്യാബിനറ്റ്? അതെല്ലാ മന്ത്രിമാരോടും അങ്ങനെയാണ്, എല്ലാ ഉദ്യോഗസ്ഥന്മാരോടും അത് അങ്ങനെയാണ്. അതിൻ്റെ ഫലമായിട്ട് ചില സമയത്ത് VSടുത്ത ചില നിലപാടുകൾ തെറ്റാണെന്ന് VSനോട് പറയേണ്ടി വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന്, എൻ്റെ കൂടെ ആളിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, വളരെ സമർത്ഥനായ ഒരു IAS ഉദ്യോഗസ്ഥൻ ഹയർ എഡ്യൂക്കേഷൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടിരിക്കുകയാണ്.
അപ്പോൾ അദ്ദേഹത്തിന് ബോംബെയിൽ വേറൊരു സ്ഥാപനത്തിൽ ഒരു പരിപാടിക്ക് പോകാൻ താല്പര്യം. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ വകുപ്പ് മന്ത്രി റിലീസ് ചെയ്താലേ ചീഫ് മിനിസ്റ്റർക്ക് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ സ്ഥാപനത്തിൽ പോയിട്ട് കേരളത്തിന് വല്ല ഗുണവും ചെയ്യാനുണ്ടോ? ഒന്നുമില്ലല്ലോ. നിങ്ങൾക്ക് ചവിട്ടി പല പടികൾ കയറാനുള്ള സൗകര്യത്തിനല്ലേ. നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലി കേരളത്തിന് വളരെ പ്രയോജനപ്രദമാണ്. പക്ഷെ വി എസിന് കേട്ടപ്പോൾ ഹൃദയം അലിഞ്ഞു. വി എസ് പറഞ്ഞു, ബേബി അയാൾ പറയുന്നത് കേൾക്ക്. അപ്പം അങ്ങനെ ഒരു 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 എന്താ പറയേണ്ടത്, ആളിലൊരു ഒരു ആവശ്യം പോയി സമ്മതം ചെലുത്തി പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ മനസ്സലിയുന്ന അവസരങ്ങളും ഉണ്ട്, കടുകട്ടിയായിട്ട് നിൽക്കുന്ന അവസരങ്ങളും ഉണ്ട്. ഇത് രണ്ടുമുണ്ട്. ഇനി തരത്തിലുള്ള വികാരങ്ങളാണ് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. ഇപ്പം അന്നത്തെ ആരോഗ്യമന്ത്രി PK ശ്രീമതി കൂടി ചേരുകയാണ്. ആരോഗ്യവകുപ്പിൽ അന്ന് ഒരുപാട് വിപ്ലവകരമായ മാറ്റങ്ങൾ ഇപ്പോഴും നമ്മൾ ഓർത്തെടുക്കുന്നതാണ്. അപ്പം അന്നത്തെ ഓർമ്മകളൊന്ന് പറയുമോ വി എസിൻ്റെ ഈ അനുസ്മരണ ദിനം? അദ്ദേഹത്തെ ആദരവോടെ അനുസ്മരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, രണ്ട് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒട്ടേറെ കാര്യങ്ങളുണ്ട്, ഞങ്ങളുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞതുപോലെ. അതിലൊന്ന്, 90ാമത് വയസ്സാകാൻ പോകുന്ന ആ സന്ദർഭത്തിൽ ശബരിമലയിൽ ഒരു ആശുപത്രിയും സന്നിധാനത്ത് ഒരു ആശുപത്രിയും ICU ഉൾപ്പെടെ വേണം എന്ന് അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു. നിശ്ചിത സമയത്തിനുള്ളിൽ അത് പൂർത്തിയാക്കുകയും അത് അദ്ദേഹം തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം ശബരിമല കയറി അവിടെ വന്ന് ഉദ്ഘാടനം ചെയ്ത് തിരിച്ച് നടന്നു വന്നത് 90ാമത്തെ വയസ്സിൽ ഞാനും അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്തൊരനുഭവം. അതെ, ഇവരൊന്നും ഇവർക്ക് വി എസിനെ പോകാൻ വേണ്ടി പ്രത്യേക അറേഞ്ച്മെന്റ് ചെയ്യാം, വി എസ് നടക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു പുള്ളി. അത് ഇത്തരം കാര്യങ്ങൾ സാഹസികമായി മതികെട്ടാൻ മലയിൽ പോയതുണ്ടല്ലോ, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. രണ്ടാമത്തെ അനുഭവം, ബേബി പറഞ്ഞതുപോലെ കേരളത്തിൽ അന്ന് ഒരു 10-20 കോടി രൂപ പോലും കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമല്ലാത്ത ഒരു സാഹചര്യത്തിൽ അന്ന് UPA ഗവൺമെൻറ് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും ഏറ്റവും മോശമായ സ്റ്റേറ്റുകളിൽ PMSSY എന്ന സ്കീമിൽപ്പെടുത്തി സ്ഥാപനം, പ്രത്യേകമായിട്ടുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രീതിയിൽ തരാൻ വേണ്ടി നിശ്ചയിച്ചു. ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ കേരളത്തിന് ഇപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ? പക്ഷേ വളരെ ശക്തമായ സമ്മർദ്ദം നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അന്ന് VS കൂടി ചെലുത്തിയതിനെ തുടർന്ന് ഞങ്ങൾക്കത് കിട്ടി. 150 കോടിയോളം രൂപ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ PMSSYക്ക് നൽകി. ഒരു 1.5 കൊല്ലം കൊണ്ടത് പൂർത്തിയാക്കി. അദ്ദേഹം തന്നെ അത് ഉദ്ഘാടനവും ചെയ്തു. അങ്ങനെ ഇന്ന് തിരുവനന്തപുരത്ത് കാണുന്ന എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യമുള്ള സംവിധാനം അന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ 150 കോടി, ആ OP ബ്ലോക്ക് ഉൾപ്പെടെ. വ്യക്തിപരമായി ടീച്ചർക്ക് എങ്ങനെയായിരുന്നു? ബേബി സഖാവിൻ്റെ ഒരു കാര്യം ഉദാഹരണം സഹിതം പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും ഓർത്തെടുക്കാനുണ്ടോ? വ്യക്തിപരമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നോട് വളരെ സൗഹൃദമാണ്. അദ്ദേഹം വളരെ കുറച്ച് മാത്രമേ സംസാരിക്കുള്ളൂ, പക്ഷേ സംസാരിക്കുന്നത് കാര്യമാത്ര പ്രസക്തമാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് പലപ്പോഴും പല സന്ദർഭങ്ങളിലും എനിക്ക് അഹിതമായിട്ടുള്ള ചില കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത്തരം വളരെ സമുന്നതനായ ഒരു നേതാവ് എന്നെ വിമർശിക്കാനുള്ള അധികാരമുണ്ട് എന്നുള്ളതുകൊണ്ടും, പക്ഷേ എനിക്ക് ഒരു തരത്തിലും ഞാനുമായി ബന്ധപ്പെട്ടതല്ലാത്തതാണെങ്കിൽ പോലും ഞാൻ അദ്ദേഹത്തെ ഒരു തരത്തിലും വിമർശിക്കാനോ അല്ലെങ്കിൽ അത് നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് പറയാൻ പോയിട്ടില്ല. കാരണം അത് അദ്ദേഹം എന്നേക്കാൾ എത്രയോ മുതിർന്ന, അത് മാത്രമല്ല ഈ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ എന്നുള്ള നിലയിലും പ്രസ്ഥാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച അദ്ദേഹത്തെ എന്നെ പറഞ്ഞാലും ഞാൻ അദ്ദേഹത്തെ ഒരിക്കലും പറയില്ല. VSൻ്റെ ഓർമ്മകൾ, അന്ന് നല്ല കുറേ ഓർമ്മകളും വികാരങ്ങളും 2 മന്ത്രിമാർ ഇപ്പോൾ റിപ്പോർട്ടറിനോട് പങ്കുവച്ചിരിക്കുകയാണ്. അന്ന് മന്ത്രിസഭയിൽ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്തുണ്ടായ സൗഹൃദങ്ങൾ, ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ഭരണപരമായ കാര്യങ്ങളിൽ VS എടുത്ത കർക്കശത്തോടുള്ള നിലപാടുകളാണ് ഇപ്പോൾ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അതുൽ ചന്ദ്രനൊപ്പം റിപ്പോർട്ടർ YS അഭിനന്ദ്, ഇൻ റിപ്പോർട്ടർ, ദില്ലി.